ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, വോമിറ്റിംഗ് സെൻസേഷൻ, ആകെ ഭയങ്കര ബുദ്ധിമുട്ട്, ഇരിക്കാനൊന്നും പറ്റുന്നില്ല. രേണുസുതി, വളരെ നല്ല കാര്യം. ഇന്നത്തെ ദിവസം ഓരോ കോപ്രായങ്ങളും കൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയില്ലല്ലോ, വളരെ നല്ല കാര്യം. എല്ലാ ദിവസവും മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങാനൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇടയ്ക്കൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്യുക, യൂട്യൂബിൽ നല്ല വീഡിയോകളൊക്കെ ചെയ്തോ, നിങ്ങളുടെ അസുഖവുമായി ബന്ധപ്പെട്ട് ചെയ്തോ. പക്ഷെ ചെയ്യുമ്പോൾ നാട്ടുകാരെ പറ്റിക്കുന്ന തരത്തിൽ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയരുത്. അതൊന്ന്. പിന്നെ സ്വന്തം മകനെന്ന് ഞാൻ പറയുന്നില്ല, കിച്ചു, അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇവിടെയും തൊടാതെ ഒരു ടൈപ്പ് ഓഫ് കുറ്റപ്പെടുത്തലുണ്ടല്ലോ, ആ സാധനവും കൊണ്ടും ഇറങ്ങാതിരിക്കുക. ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾ അങ്ങ് കാണിക്കിപ്പോൾ. കാരണം നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ബാക്കി എന്ത് വേണമെങ്കിലും കാണിക്കും, പൈസ ഉണ്ടാക്കിക്കോ. പക്ഷേ ഈ കീമോ ചെയ്യാനായിട്ട് 2 ലക്ഷം രൂപ എന്നുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുതേ. ജനങ്ങൾ പൊട്ടന്മാരല്ല, അതൊന്ന് രേണുസുതി മനസ്സിലാക്കണം. ഒരു ഫ്ലോയ്ക്ക് പലതും പറഞ്ഞു പോകും, പൊയ്ക്കോ. പക്ഷേ ഈ പൈസയുടെ കണക്ക് അതൊക്കെ പറയുമ്പം ഒന്ന് സൂക്ഷിക്കണം, ഓക്കെ? ഇല്ലെങ്കിൽ നാട്ടുകാർ നിങ്ങൾക്കെതിരെ തിരിയും. അല്ലെങ്കിൽ തന്നെ ഭൂരിഭാഗം ആളുകളും ഇപ്പം നിങ്ങൾക്കെതിരെയാണ്. നിങ്ങൾക്ക് ആ ഒരു അസുഖം വന്നപ്പോഴത്തേക്ക് എല്ലാവരും, എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം ആളുകളും, നിങ്ങളെ തീരെ ഇഷ്ടമല്ലാത്ത ആളുകൾ പോലും പോട്ടെ, ഒരു അസുഖമാണല്ലോ, ആ അസുഖത്തിൻ്റെ പുറത്ത് ഒരു സഹതാപം നിങ്ങളോട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾ ഓരോ ദിവസം കഴിയും തോറും കളഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം മിണ്ടാതിരുന്നെങ്കിൽ പോലും നിങ്ങൾക്കെതിരെ പല ആളുകൾ സംസാരിക്കുന്നു. സാധാരണക്കാർ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ എന്നെ പോലെ വന്നിരുന്ന് നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ആളുകളല്ല. അതല്ലാതെ ഈ വീഡിയോകൾ കാണുന്ന ആളുകൾ എന്തോരം ആളുകളാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ടാണ് തോന്നുന്നത്, എന്നെ കുറേ പേര് നമ്മുടെ ഫേസ്ബുക്കിൽ മെസ്സേജ് ഇടുന്നു, രേണുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അവരുടെ അസുഖത്തെ പറ്റി പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ചില ആളുകൾ നമ്പറൊക്കെ ചോദിച്ചിട്ട് ഞാൻ നമ്പറൊന്നും കൊടുത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ ഒതുക്കി കൂടി പേഴ്സണൽ ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ടൈമിൽ എനിക്ക് അധികം ഈ ഒരു പരിപാടി, അതായത് സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന വീഡിയോകളുടെ കണ്ടന്റുകൾ സംബന്ധമായി കൂടുതൽ നേരം ഇരുന്ന് ഫോണിൽ സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കും. അതിനാണ് ഫേസ്ബുക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉള്ളത്. നിങ്ങൾ അതിനകത്ത് മെസ്സേജ് അയച്ചോ, വോയിസ് ഇട്ടോ, അതിലെന്നെ വിളിച്ചോ, ഒരു കുഴപ്പവും ഇല്ല. മനസ്സിലായില്ലേ? അല്ലാതെ പേഴ്സണൽ നമ്പർ ആരും ദയവ് ചെയ്ത് ചോദിക്കാതിരിക്കുക. എനിക്ക് ആർക്കും നമ്പർ തരുന്നതിനകത്ത് വിഷമം ഉണ്ടായിട്ടല്ല, എൻ്റെ പേഴ്സണൽ ടൈം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോഴത്തേക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് നമുക്ക് നെറ്റ് ഓഫ് ചെയ്ത് നമ്മുടെ പേഴ്സണൽ ടൈമിൽ ഇരിക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കാൻ പോകില്ല. അല്ലാതെ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യേണ്ട സമയത്ത് എനിക്ക് അവിടെ സംസാരിക്കാം, നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഞാൻ നിങ്ങളോട് സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി കാര്യത്തിലേക്ക്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, രേണുസുതിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്മുടെ സഹപ്രവർത്തകർക്ക് മെസ്സേജ് അയക്കുന്നു, അവർക്ക് പല വോയിസുകൾ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ 2-3 വോയിസുകൾ നിങ്ങളിലെ കുറച്ച് ആളുകൾക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. രേണു ഈ 2 ലക്ഷം രൂപ കീമോയ്ക്ക് അങ്ങനെ മറ്റേത് മറിച്ചേത് എന്നൊക്കെ പറഞ്ഞ ആ രോഗത്തെ തന്നെ അങ്ങോട്ട് വിൽക്കുമ്പോൾ ചില ആളുകൾ, നിങ്ങളുടെ ഇടയിലെ ചില ആളുകൾ, ഈ അസുഖം വന്നവരും അതിൽ നിന്ന് കരകയറിയവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അത് കേൾപ്പിക്കാം, നിങ്ങളിത് മുഴുവനായിട്ട് കേൾക്കണം. രേണു, ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതൊക്കെ മൊത്തം കേട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നും. എന്തിനാണ് ഈ സ്ത്രീ ഇത് കാണിക്കുന്നത്? പിന്നെ ചില ആളുകൾക്ക് സംശയമുണ്ട്, രേണുവിന് ഈ അസുഖം ഉണ്ടോ? ചിലർ പറയുന്നു രേണുവിന് അസുഖമില്ല, അവൾ ഉടായിപ്പാണ്. അങ്ങനൊന്നും അല്ല. അതൊക്കെ മനസ്സിലാക്കി തരാൻ നിങ്ങളുടെ ഇടയിലെ തന്നെ കുറച്ച് ആളുകൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും എനിക്ക് സർജറി പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ പോലും എനിക്ക് ഒരു കീമോക്ക് 50,000 രൂപയാണ് പറഞ്ഞത്. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വാങ്ങിയത്. പിന്നെ 5 ലക്ഷം 10 ലക്ഷം ഒന്നും കീമോക്ക് ആവത്തില്ല. ഞാൻ വേണമെങ്കിൽ എന്റെ കീമോ മരുന്നിന്റെ ബില്ല് ഞാൻ ബ്രോക്ക് ഇട്ട് തരാം. ബ്രോ പറഞ്ഞാൽ കീമോ ചെയ്യാൻ വേണ്ടി മേടിച്ച മെഡിസിന്റെ ബില്ലുകൾ ഞാൻ ഇട്ട് തരാം. അത്രയും രൂപയൊന്നും ആവത്തില്ല മെഡിക്കൽ കോളേജിൽ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൈസ ആവത്തില്ല, കീമോക്ക് ഇത്രയും പൈസ ആവത്തില്ല. ചികിത്സാ കാർഡ് ഉണ്ടെങ്കിൽ എനിക്കായതിന്റെ അത്ര പോലും ആവത്തില്ല. ചികിത്സാ കാർഡ് ഉണ്ടെങ്കിൽ പോരാത്തതിന് എനിക്ക് ചികിത്സാ കാർഡ് ഒന്നും ഇല്ലായിരുന്നു, ഇൻഷുറൻസ് കാർഡ് ഒന്നും എനിക്കില്ലായിരുന്നു. പിന്നെ രേണുവിനാണെങ്കിൽ റേഷൻ കാർഡ് യെല്ലോ ആണെന്ന് പറയുന്നത്. അവർക്കൊക്കെ എല്ലാം ഫ്രീ ആണ് അവിടെ. എന്നിട്ട് ഞാൻ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. കാരണം എനിക്ക് ടെൻഷനാണ്. ഞാൻ ഒരു നിവൃത്തിയില്ലാത്ത കുടുംബമാണ്, ഒരു നിവൃത്തിയില്ല ഞങ്ങൾ വാടക വീട്ടിലാണ് 9 വർഷം കൊണ്ട് താമസിക്കുന്നത്. 2 പെൺകുട്ടികളാണ്. ഹസ്ബൻഡിനാണെങ്കിൽ
മീൻ കച്ചവടമാണ്. അത് മിക്കുള്ള ദിവസവും നഷ്ടത്തിലുമായിരിക്കും. എനിക്കും കൂടി വയ്യാതായതിനു ശേഷം ഹസ്ബൻഡിന് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. കീമോ ചെയ്ത് എൻ്റെ കൈ കാല് ഒക്കെ പഴുത്തു. അതായത് കീമോയുടെ മരുന്ന് ലീക്കായി അതൊക്കെ പഴുത്തു. അതൊന്നും നടക്കാനൊന്നും പറ്റാതെ ഹസ്ബൻഡിന് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. പിന്നെ റേഡിയേഷന് ഒരു റേഡിയേഷന് മെഡിക്കൽ കോളേജിൽ 5000 രൂപയാണ് പറഞ്ഞത്. ഒരു റേഡിയേഷന് 5000 രൂപ. എനിക്ക് ചികിത്സാ കാർഡില്ലാത്തതുകൊണ്ട് 75,000 രൂപ ആവും. 75,000 രൂപ എനിക്ക് പിന്നെ ചികിത്സാ കാർഡില്ലാത്തതുകൊണ്ട് 15 റേഡിയേഷന് ഞാൻ അടയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ എനിക്ക് വേണ്ടി പിന്നെ ചെറിയൊരു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി ഞങ്ങൾ റെഡിയാക്കണം. അത് ഞങ്ങൾ ഇതുപോലെ ആരുടെയും മുമ്പിൽ കൈനീട്ടിയല്ല ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ഒന്നിയിൽ പലിശയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ ഡെയിലി അടച്ചു പോകുന്ന രീതിക്ക്, അതായത് 50,000 രൂപ എടുത്താൽ ഡെയിലി 1000 രൂപ അടച്ചു പോകുന്ന രീതിക്ക് ആരെങ്കിലും റോളായിട്ട് എടുക്കണം. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോകണം. ഞങ്ങൾ ആരുടെ മുമ്പിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞു വീഡിയോ ഒക്കെ ഇൻസ്റ്റയിൽ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ പറഞ്ഞാൽ എനിക്ക് സഹായങ്ങൾ കിട്ടും. എന്തിനാണ് അങ്ങനെ സഹായം മേടിക്കുന്നത്? അവരും അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ്. അതിൽ ചെന്ന് നമ്മളും കൂടെ പിടുങ്ങേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും കൊള്ളാം. ഇത്രയും രൂപയൊന്നും അവിടെ ആവത്തില്ല. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ ഓരോ മരുന്നിനും വാങ്ങിയ ബില്ല് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ട് തരാം. ഇതിൽ ഞാൻ ഇട്ടിരുന്ന 21 ഐറ്റം മരുന്നാണ് നമുക്ക് ഒരു ബോട്ടിൽ മിക്സ് ചെയ്യുന്നത്. അങ്ങനെ 3 ബോട്ടിൽ മരുന്ന് ഉണ്ടാവും. ഒരു അതിൽ റെഡ് കളർ ഒരു മെഡിസിൻ ഉണ്ട്, കീമോടെ മരുന്ന്, റെഡ് കളർ. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതാണ് നമ്മുടെ ബോഡിയെ ഫുള്ള് നമ്മളെ അങ്ങ് കിടത്തിക്കളയുന്ന ഒരു സാധനമാണ് ഈ റെഡ് കളറിൽ. അതിലാണ് 21 ഐറ്റം മരുന്ന് മിക്സ് ചെയ്താണ്. ഈ മരുന്നുകൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോലും എത്ര ടൈം എടുക്കുമെന്ന് അറിയാമോ? 1 മണിക്കൂറിന് പുറത്താണ് നമുക്ക് ഈ മരുന്നുകളെല്ലാം മിക്സ് ചെയ്ത് എടുക്കുന്ന സമയം. ഈ മരുന്നെല്ലാം കൂടി, ഈ മെഡിസിൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കേണ്ട സമയം 1 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് അതിൽ 3-4 ഐറ്റം. അതായത് അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പുറത്തുനിന്ന് വാങ്ങണ്ട. അവിടെ ഇല്ലാത്ത മെഡിസിൻ ആണെങ്കിൽ അവർ പിന്നെ പറയും ഇന്ന മെഡിസിൻ ഇവിടെ ഇല്ല, അത് പുറത്തുനിന്ന് വാങ്ങണമെന്ന്. എനിക്ക് ഫസ്റ്റ് കീമോക്ക് പുറത്തുനിന്ന് 500 രൂപയുടെ മരുന്നേ വാങ്ങിയുള്ളൂ. ഏതോ 1 ഐറ്റോ 2 ഐറ്റോ മരുന്നേ മെഡിക്കൽ കോളേജിനകത്ത് ഇല്ലാതുള്ളായിരുന്നു. അത് 500 രൂപയായി 2 ഐറ്റം മരുന്ന് വാങ്ങിയപ്പോഴത്തേക്ക്. പിന്നെ രണ്ടാമത് പോയപ്പോഴത്തേക്കും രണ്ടാമത്തെ കീമോയ്ക്കും 500 രൂപ എനിക്ക് കീമോയുടെ മെഡിസിൻ ആയിട്ട് വാങ്ങിക്കേണ്ടി വന്നോളൂ. 500 രൂപയുടെ മരുന്ന്. ബാക്കിയെല്ലാം മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്കും 4000 രൂപ ആയി എനിക്ക് കീമോക്ക് പുറത്തുനിന്ന് എടുക്കേണ്ട മരുന്ന്. 4000 രൂപയുടെ മരുന്ന് എടുക്കണമായിരുന്നു. ബാക്കിയെല്ലാം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ 4000 രൂപയുടെ മരുന്ന് എടുത്താൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് 4ാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്കും 2800 രൂപയുടെ മരുന്ന് പുറത്തുനിന്ന് എടുക്കണമായിരുന്നു ഹോസ്പിറ്റലിൽ. ബാക്കി എല്ലാ മരുന്നും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. 5ാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്കും 1800 രൂപയുടെ മരുന്ന് എടുക്കണമായിരുന്നു. അത് പിന്നെ മെഡിസിൻ മാത്രമല്ല, ഈ തുപ്പിടാൻ വേണ്ടിയിട്ടുള്ള ക്യാനുല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാം കൂടെ മെഡിസിനും മരുന്നും കൂടി 1800. ബാക്കിയെല്ലാം ഹോസ്പിറ്റലിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് എല്ലാം ഫ്രീ ആണ്. പിന്നെ അകത്തില്ലാത്തത് മാത്രം 1-2 ഐറ്റം ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. 8000 രൂപയുടെ മരുന്നൊന്നും എനിക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോപ്സിക്ക് അകത്ത് ചെയ്യുന്നതിന് നമുക്ക് പിന്നെ പൈസ ആകത്തില്ല. പുറത്ത് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ടെസ്റ്റ് അനുസരിച്ച് പൈസ ആവും. അതുപോലെ അകത്ത് ചെയ്യുന്ന സ്കാനിങ്, മെഡിക്കൽ കോളേജിന് അകത്ത് ചെയ്യുന്ന സ്കാനിങ്ങിന് എനിക്ക് CT സ്കാനിങ്ങിന് 5000 രൂപ, പെറ്റ് സ്കാനിങ്ങിന് 5500 രൂപ. ഈ 2 സ്കാനിങ്ങാണ് എനിക്ക് ടോട്ടൽ കഴിഞ്ഞത്. പിന്നെയുള്ള ബാക്കിയുള്ള ഈ അസുഖം പിന്നെ ഇതാണ് എന്ന് ഉറപ്പിക്കാനുള്ള സ്കാനിങ്ങെല്ലാം എനിക്ക് പുറത്തുനിന്നായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ സിറ്റിയിൽ തന്നെ ഡോക്ടർ റൂമിൽ പ്രൈവറ്റ് ആയിട്ടാണ് പോയി കണ്ടത്. അപ്പം ഡോക്ടർ അവിടെ നിന്ന് എനിക്ക് എന്താണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി 1-2 ടെസ്റ്റ് ഒക്കെ എഴുതി തന്ന, സ്കാനിങ്ങിനും ബയോപ്സിക്കും ഒക്കെ എഴുതി തന്നപ്പോൾ ഞാൻ അത് പുറത്തുനിന്നാണ് ചെയ്തത്. അപ്പൊ അന്ന് എനിക്ക് ഒരു ബയോപ്സിക്ക് 5000 രൂപയായി, സ്കാനിങ്ങിന് 1200 രൂപയായി. പുറത്ത് ചെയ്യുന്നെങ്കിൽ പൈസ ആവും. പക്ഷെ മെഡിസിന്, കീമോയുടെ മെഡിസിന് പൈസ മെഡിക്കൽ കോളേജിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 8000 രൂപയുടെ മരുന്ന് പോലും വാങ്ങണ്ട. RCCയിലും അതുപോലെ തന്നെ, തിരുവനന്തപുരത്ത് RCCയിലും അങ്ങനെ തന്നെ. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ആയതെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് കാർഡും എനിക്കില്ല. റേഷൻ കാർഡിന്റെ ഇതിലാവട്ടെ അല്ലാതെ ആവട്ടെ. പിന്നെ എനിക്ക് റേഷൻ കാർഡ് ഇല്ല. റേഷൻ കാർഡൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ അവിടെയാണ്. അതുകൊണ്ട് എനിക്ക് റേഷൻ കാർഡ് തന്നെ ഇല്ലായിരുന്നു. ഉള്ള റേഷൻ കാർഡാണെങ്കിൽ APLലും കൂടെയാണ്. എന്നിട്ട് പോലും എനിക്ക് ഇത്ര പൈസയേ ആയിട്ടുള്ളൂ. പിന്നെ എനിക്ക് പ്രൈവറ്റിൽ ഞാൻ സർജറിക്ക് പോയപ്പോൾ ആ ബില്ലുകളും ഞാൻ ഇട്ടുതരാം. എനിക്ക് അവിടെ എത്ര രൂപ ചെലവായി ടോട്ടൽ. എനിക്ക് സർജറിയും ഈ 10 ദിവസം ഞാൻ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. 10 ദിവസം ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അപ്പോൾ ഈ സർജറിക്കും പെഞ്ഞാറമൂട് ഗോകുലം ഹോസ്പിറ്റലായിരുന്നു എന്റെ സർജറി. ഈ 10 ദിവസത്തെ മെഡിസിനും എല്ലാം കൂടി എനിക്ക് 1,20,000 രൂപ അവിടെ പേയ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 1,20,000 രൂപ പേയ്മെന്റ് ചെയ്തു. ഞങ്ങൾ 10 ദിവസം കിടന്ന് ഡിസ്ചാർജ് ആയി ഇറങ്ങിയപ്പോൾ 14,000 സംതിങ് രൂപ തിരിച്ചു തരികയും ചെയ്തു. കാരണം മെഡിസിൻ ഒക്കെ ബാലൻസ് ഉള്ളത് അവരെടുത്തിട്ട്. പിന്നെ എനിക്ക് മെഡിക്കൽ കോളേജിൽ കൂടുതൽ പൈസ ആയതെന്ന് പറഞ്ഞാൽ, എനിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം പിന്നെ മെഡിക്കൽ കോളേജ് പത്തോളജിയിൽ കൊടുത്തിരുന്നത്, അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും മെഡിക്കൽ കോളേജ് പത്തോളജിയിൽ നിന്ന് ഈ സ്ലൈഡ് വാങ്ങി പുറത്ത് ലാബിൽ കൊടുത്ത് ഈ ER അങ്ങനെയൊക്കെയുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റും കൂടെ ചെയ്താലേ നമുക്ക് ട്രീറ്റ്മെന്റ് എന്തൊക്കെ വേണമെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ ടെസ്റ്റിന് മാത്രം ആ ഒരു പുറത്ത് ചെയ്ത് ഈ സ്ലൈഡ് പുറത്ത് കൊടുത്ത് ചെയ്യുന്ന ടെസ്റ്റിന് മാത്രം എനിക്ക്, അതിന് മാത്രം മെഡിക്കൽ കോളേജിൽ എത്ര റേറ്റ് കൂടി 14,000 സംതിങ് രൂപ അതിനായി. അല്ലാതെ എനിക്ക് മെഡിക്കൽ കോളേജിൽ വേറെ ഒരു പ്രശ്നവും ഒരുപാട് പൈസ ഒന്നും നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിക്കുള്ള എമൗണ്ട് ഒന്നും മെഡിക്കൽ കോളേജിൽ എനിക്ക് ആയിട്ടില്ല.
ബ്രസ്റ്റിന്റെ ഭാഗത്തായിട്ട് എനിക്കൊരു തടുപ്പ് ഉണ്ടായിരുന്നു ഒരു വർഷം മുന്നേ. ഞാൻ വലിയ മൈൻഡ് വേദനയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് പേടിയായിരുന്നു. ഈ ടെസ്റ്റുകൾ ചെയ്തവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ബയോപ്സിക്ക് ഇങ്ങനെ നമ്മുടെ ബയോപ്സിക്ക് വേണ്ടി എടുക്കുന്നത് ഭയങ്കര വേദനയാണ്, ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റില്ല, നമ്മൾ തളർന്നു പോകും. അതൊക്കെ ഓരോരുത്തരുടെ എന്റെ ഫാമിലിയിൽ 1-2 പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിൽ പറയാനുള്ള സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നു. കാരണം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ പിറകെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ മെയിൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വേദന വന്നു. പിന്നെ ഈ വേദന വന്നപ്പോൾ തന്നെ ബാക്കിയുള്ള അത്രയും ഒരു ബ്രസ്റ്റിൽ വലത് സൈഡിൽ ഒരു ബ്രസ്റ്റിൽ ഫുൾ അവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു തടുപ്പുകൾ പെട്ടെന്ന് വന്നു. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് തടുപ്പുകൾ വന്നു തുടങ്ങി. വേദന സഹിക്കാൻ പറ്റാതെ എനിക്ക് സഹിക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് പോലും ഇടാൻ പറ്റൂലായിരുന്നു. അത്തരത്തിലുള്ള വേദനയായിരുന്നു എനിക്ക്. എന്നിട്ട് 3 ദിവസം ഞാൻ കുറയും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കൊണ്ട് നടന്നിട്ടും ഒരു രക്ഷയില്ല. അങ്ങനെ പിന്നെ ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞ് ഇങ്ങനെ എനിക്ക് നെഞ്ചിൽ ഇങ്ങനെ ഒരു തടുപ്പുണ്ട്, എനിക്ക് നല്ല വേദനയുണ്ട്, പിന്നെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി ഇത് വെച്ചോണ്ടിരുന്നാൽ നിനക്ക് പണിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ട് കാണിച്ച് ഡോക്ടർ തൊട്ട് നോക്കിയോണ്ടേ പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞില്ല, ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു. എന്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്റെ അടുത്ത് ചോദിച്ചു എന്താ ഇത്രയും നാളും കൊണ്ട് കാണിക്കാതെ വെച്ചിരുന്ന, ഡോക്ടറെ കാണിക്കാതെ വെച്ചിരുന്ന എന്തു എന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെ പുറത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഇത്തിരി പ്രശ്നമുള്ള ട്യൂമർ ആണ്, ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഒന്ന് സർജനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ സർജനെ കൊണ്ടുപോയി കാണിച്ചു. അവിടുന്ന് നേരെ ഒരു സർജനെ കാണിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു ഇച്ചിരി എന്റെ അടുത്തല്ല ഈ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു ഇത് ഇച്ചിരി പ്രശ്നമുള്ള ട്യൂമർ ആണ്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടെൻഷനൊന്നും, ഇതിപ്പം 100 പേരുണ്ടെങ്കിൽ ഒരു 80% ആൾക്കാർക്കും ഫ്രീ അസുഖമാണ്. പിന്നെ ബ്രോ ആരെടുത്ത് വേണമെന്ന് അന്വേഷിച്ച് നോക്കിയോ, മെഡിക്കൽ കോളേജിൽ കീമോക്ക് എത്ര രൂപ ആവും എന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പൊ അറിയാലോ. ഞാൻ കള്ളം പറയുന്നല്ല, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. എനിക്കും വേണമെങ്കിൽ ഇതുപോലെ ഇത്ര രൂപ ആവും, എനിക്ക് ഒരു നിവർത്തിയില്ല എന്ന് പറഞ്ഞ് എനിക്കും വാങ്ങാം അങ്ങനെ. പക്ഷെ നമ്മൾ അതിന്റെ ആവശ്യമില്ലല്ലോ, അത്രയും രൂപയൊന്നും നമുക്ക് ആവുന്നില്ല. എന്തിനാണ് നമ്മൾ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നതിന് നമ്മുടെ അസുഖത്തിന്റെ പേരും പറഞ്ഞ് പിടിച്ചു വെച്ച് മറ്റുള്ള നമ്മുടെ ആവശ്യങ്ങൾ നേടേണ്ട കാര്യമുണ്ടോ? നമ്മൾ വീട്ടിലെ ആർപ്പാട ജീവിതവും നമുക്ക് ഡ്രസ്സും ചെരുപ്പും മേക്കപ്പും ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ പണം കൊണ്ട് വാങ്ങിയിട്ടിട്ട് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ഞങ്ങൾ ആരുടെ അങ്ങോട്ട് സഹായം പോയി ചോദിച്ചിട്ടില്ല. ഞങ്ങൾ അവസ്ഥ അറിഞ്ഞ് എന്റെ വീട്ടിൽ എനിക്ക് സഹായങ്ങൾ കൊണ്ടുവന്ന് ഞാൻ എന്റെ സർജറിയും എല്ലാം ഞാൻ 1 രൂപ പോലും നമ്മുടെ കയ്യിലില്ലായിരുന്നു. സർജറി ഒക്കെ ഞങ്ങൾ, കാരണം എന്റെ ഹസ്ബൻഡ് നല്ല ഒരു വണ്ടി എടുത്ത് നല്ല കടത്തിൽ നിന്ന സമയത്താണ് ഹസ്ബൻഡ് എന്റെ ഇടയ്ക്ക് സൂയിസൈഡ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കടങ്ങൾ ഇങ്ങനെ കുറേശ്ശെ തീർത്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ അസുഖം അറിയുന്നത്. റേഡിയേഷന് എനിക്ക് പിന്നെ 15 റേഡിയേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 75,000 രൂപ ആവും എന്ന് പറയുന്നു. ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ പൈസ 1 രൂപ പോലും ആവത്തില്ല. ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ എനിക്കതില്ല. എനിക്ക് ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് എടുക്കാമായിരുന്നു. പക്ഷേ ആ ഇൻഷുറൻസ് കാർഡ് ഉള്ള ആള് ജീവിച്ചിരിക്കില്ല. അവരുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി ഇൻഷുറൻസ് കാർഡ് എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് എനിക്ക് ഇൻഷുറൻസ് കാർഡ് എടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ വെഞ്ഞാറമൂട് ഗോകുലത്തിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ എനിക്ക് പൈസ ആവൂലായിരുന്നു. വെഞ്ഞാറമൂട് ഗോകുലത്തിൽ എനിക്ക് ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ 1 രൂപ പോലും വാങ്ങാതെ പിന്നെ മെഡിസിന് മാത്രം പൈസ എടുത്ത് സർജറിക്ക് 1,20,000 രൂപ അടയ്ക്കാതെ തന്നെ എനിക്ക് സർജറി ചെയ്യായിരുന്നു. അവിടെ ജനറൽ സർജൻ ആയതുകൊണ്ട്, പിന്നെ എന്നെ ഓങ്കോളജി സർജൻ അല്ല എന്റെ സർജറി ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ജനറൽ സർജനെ കാണിച്ചിട്ടാണ്, ജനറൽ സർജനാണ് അവിടെ പിന്നെ ഈ ഹെൽത്ത് കാർഡ് എടുക്കും, ഇൻഷുറൻസ് കാർഡ് എടുക്കും. അപ്പൊ അതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പൈസ ആവൂലായിരുന്നു പ്രൈവറ്റില്. എനിക്കത് ഇല്ലാത്തത് കൊണ്ടാണ് 1,20,000 രൂപ അടച്ച് എനിക്ക് സർജറി ചെയ്യേണ്ടി വന്നത്. ഇവരിങ്ങനെ പറയുന്ന കേൾക്കുമ്പോ ഇനി ഒരു നിവൃത്തി ഇല്ലാത്തവർക്ക് ഈ അസുഖമാണെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും അവര് സ്വയം പോയി ആത്മഹത്യ ചെയ്യും. കാരണം അവരുടെ കയ്യിൽ ഇങ്ങനെ അഭിമാനമുള്ളവരെ കൊണ്ടല്ലോ പോയി ഇരന്ന് വാങ്ങിക്കാൻ മനസ്സ് ഇല്ലാത്തവരൊക്കെ കാണുമല്ലോ, അഭിമാനം വിറ്റ് ഒന്നിനും നിൽക്കാത്ത ആൾക്കാരൊക്കെ കാണുമല്ലോ. അങ്ങനെ ഉള്ളവരൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലൊക്കെ അവർക്കൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഈ അസുഖമാണെന്ന് എങ്ങനെയെങ്കിലും അറിയുമ്പോഴത്തേക്ക് ഡോക്ടർ പറയുമ്പോഴത്തേക്ക് അവർ തകർന്നു പോലെ അവർ പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ രേഷ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞുണ്ടാക്കുന്നത്. കാരണം ഇത്രയും ഭീമമായ തുക ഞങ്ങൾ എവിടെ പോയിപ്പിക്കും, എത്ര പേരെ വാങ്ങിച്ചാൽ ജീവിതം മുമ്പോട്ട് പോകും, ചികിത്സ മുമ്പോട്ട് പോകും, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത വരുന്നത് നമ്മുടെ മനസ്സിൽ ഈ അസുഖം എന്ന് അറിയുമ്പോൾ. പക്ഷെ പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല. കിംസിൽ പോലും പിന്നെ ഇതിന്റെ സർജറി ചെയ്യുന്നതിന് 5 ലക്ഷം 6 ലക്ഷം രൂപയും കണ്ടേ ഉള്ളൂ. പിന്നെ ഈ ക്യാൻസറിന്റെ, അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തേ പറ്റൂ. ക്യാൻസർ അത് ഫസ്റ്റ് സ്റ്റേജ് ആയിക്കോട്ടെ സെക്കൻഡ് സ്റ്റേജ് ആയിക്കോട്ടെ, ബ്രസ്റ്റ് റിമൂവ് ചെയ്തേ പറ്റൂ. കാരണം ബ്രസ്റ്റ് റിമൂവ് ചെയ്യാതിരുന്നാൽ ആ അസുഖം വീണ്ടും വരും. കാരണം എന്റെ പരിചയത്തിൽ എന്റെ ഉമ്മച്ചിയുടെ കൂട്ടുകാരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അതിപ്പം അവർക്ക് വന്നിട്ട് 16-17 വർഷമായി അവർക്ക് അസുഖം വന്ന് ആദ്യം അവര് ഈ വന്ന ട്യൂമർ മാത്രം എടുത്തു കളഞ്ഞു. എന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. രണ്ടാമത് അവർക്ക് വീണ്ടും വന്നപ്പോഴത്തേക്ക് ഫുള്ള് ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. റിമൂവ് അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. എനിക്ക് ഫസ്റ്റ് ബ്രസ്റ്റിൽ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്റെ അടുത്ത് ചോദിച്ചത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതിൽ ഇയാൾക്ക് ടെൻഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ മനസ്സോടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ നമുക്കിത് ബ്രസ്റ്റിൽ ഈ ട്യൂമർ വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ബ്രസ്റ്റ് ഫുൾ അങ്ങ് അതിന്റെ വേര് പോയി കഴിഞ്ഞു. ക്യാൻസറിന്റെ വേര് പോയി കഴിഞ്ഞു. ഞരമ്പിലൊക്കെ പിന്നെ ക്യാൻസറിന്റെ കോശങ്ങളായി കഴിഞ്ഞു. അപ്പൊ നമുക്കത് പൂർണ്ണമായിട്ടും ബ്രസ്റ്റ് എടുത്ത് മാറ്റിയാൽ മാത്രമേ പിന്നീട് അത് വരാതിരിക്കുകയുള്ളൂ.
ഞാൻ പറയുന്നതൊക്കെ ബ്രോയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് ഈ കീമോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കീമോ കഴിയുമ്പോഴും ഇച്ചിരി മറതിയൊക്കെ സംഭവിക്കാം. ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോകും. ചിലപ്പോൾ പറഞ്ഞത് തന്നെ പിന്നെയും പറയും. രേഷ്മ, കീമോ കുട്ടാ, നീ എത്രയും വേഗം എന്റെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഇനി കൂട്ടുകൂടൂല എന്നൊക്കെ പറയുന്നു. സത്യം പറയട്ടെ ബ്രോ, ഈ കീമോ എടുത്ത് അത് അനുഭവിച്ചവർ ആരും അത് ഒരു കീമോ മാത്രം ആയിക്കൊള്ളട്ടെ, ഒരു കീമോ ആയാലും ശരി തന്നെ, അത് എടുത്ത് അതിന്റെ വേദനയും അതിന്റെ എല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയും കീമോ കുട്ടാന്നും അങ്ങനെയൊന്നും വിളിക്കത്തില്ല. കീമോ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് വെറുപ്പാണ് തോന്നുന്നത്. വെറുപ്പ് തോന്നും. കാരണം നമ്മൾ അത്രത്തോളം നമ്മളെ നശിപ്പിക്കും. നമ്മുടെ രൂപം, നമ്മുടെ എല്ലാം, നമ്മുടെ രൂപമൊക്കെ നമ്മളാണെന്ന് പറയത്തേ ഇല്ല. സത്യം. എന്റെ ഈ ഞാൻ ചെറിയ റീലൊക്കെ ചെയ്യുന്ന ആളാണ്. എന്റെ ഈ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ അറിയാം. എന്റെ ഇപ്പോഴത്തെ ഞാൻ ഒരു വീഡിയോ പോലും, എനിക്ക് ഈ അസുഖം ആയതിനു ശേഷം ഒരു വീഡിയോ പോലും ഞാൻ എന്റെ ഇൻസ്റ്റയിൽ ഞാൻ ഇട്ടിട്ടില്ല. കാരണം നമുക്ക് നമ്മുടെ രൂപം കാണാൻ വെറുപ്പ് തോന്നും. അത്ര ആ ഒരു തരത്തിലാവും നമ്മൾ. മുടിയും പോയി, പുരികം പോയി, കണ്ണിയിൽ പോയി, ഇതെല്ലാം കൂടി കൊണ്ട് നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ അങ്ങ് മാറും. കീമോ എടുക്കുന്ന അത് ബ്രോയ്ക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് പോലും മാറിപ്പോകും. നമ്മുടെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇതെന്തോ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതെന്ത് നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മുടെ അങ്ങനെയാണ്. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ തോന്നത്തില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ കീമോ കഴിഞ്ഞ് 2 ദിവസം ആകുമ്പോഴത്തേക്കും ചുണ്ടൊക്കെ പൊട്ടി, ചുണ്ട് ഫുള്ള് പൊട്ടെന്ന് പറഞ്ഞാൽ തൊലി ഇങ്ങനെ, ചുണ്ടിലെ തൊലി ഫുള്ള് പോകും, ചുണ്ടിലെ തൊലി ഫുള്ള് പോകും. പിന്നെ ബാക്കിയകം ഫുള്ള് തൊലി മൊത്തം അളകും. അത് ഡോക്ടർ നമ്മൾക്ക് കീമോ എടുക്കുന്നതിന് അന്ന്, കീമോക്ക് നമ്മൾ കയറുന്നതിന് മുന്നേ ഡോക്ടർ എല്ലാം പറയും, ബാക്കിയകത്തെ തൊലി എല്ലാം പോകും, എരിവ് പുളി അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ദിവസം ഒരു 4-5 തവണയെങ്കിലും ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകണമെന്ന് പറഞ്ഞ് തന്നെയാണ് വിടുന്നത്. നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, തൊണ്ട. അതുപോലെ നമ്മൾ ഒരു ഇച്ചിരി എരിവുള്ള ഒരു ഫുഡ് കഴിച്ചാൽ പോലും നമ്മുടെ ശ്വാസനാളം പോലും എരിഞ്ഞ് നീർ പൊടി, അങ്ങനത്തെ നീറ്റലും അതൊക്കെയാണ്. പിന്നെ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ കീമോ ഒന്ന് ചെയ്താൽ തന്നെയും ഒരാഴ്ചക്ക് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 2 ചുവടൊക്കെ നമുക്ക് നടക്കാൻ പറ്റും. അത് കഴിയും 2 ചുവടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒരാളെ സഹായം, നമ്മൾ ഒരാളെ പിടിക്കാതെ നമുക്ക് നടക്കത്തില്ല, ശ്വാസം മുട്ട് വരും. പിന്നെ ഇന്നത്തേതാണോ ഒരു വീഡിയോയിൽ രേഷ്മ ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കീമോ എടുക്കുന്നതിന് മുന്നേ ഡോക്ടർ പറയും, കഴിവിന്റെ പരമാവധി ഫാസ്റ്റ് ഫുഡ് കഴിക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവും. കീമോ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പം ഹോട്ടലിലെ ഫുഡൊക്കെ വൃത്തിയില്ലാതാണല്ലോ പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് ഹോട്ടൽ ഫുഡ് കഴിക്കരുത്. പിന്നെ മധുരപാനീയങ്ങൾ, അതായത് പിന്നെ ഫ്രൂട്ടി, പെപ്സി, കൊക്കോകോള, അങ്ങനെയുള്ള ബോട്ടിൽ വെള്ളങ്ങളൊന്നും കുടിക്കരുത്. വീട്ടിലെ ഫുഡ് മാത്രം കഴിക്കണം. വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്, അതായത് നൈസ് ആയിട്ടുള്ള ഫുഡ്, അത് കഴിക്കണം. പിന്നെ എനിക്കൊക്കെ പിന്നെ ഒരു 2 ആഴ്ച വരെ കഞ്ഞി അല്ലാതെ, കഞ്ഞി എന്ന് പറയുമ്പോൾ അത് കട്ടിയായിട്ടുള്ള കഞ്ഞിയും കുടിക്കത്തില്ല, നൈസായിട്ട് വെള്ളം ഒത്തിരി ചേർത്ത കഞ്ഞി അതും കുടിക്കത്തില്ല. കുടിച്ചാൽ ഉടൻ ഛർദ്ദിക്കും. അങ്ങനെയൊക്കെ കഴിക്കാവൂ. കാരണം ഛർദ്ദിലുള്ളത് കൊണ്ട് നമുക്ക് ഹെവി ഫുഡ് പറ്റൂല. അത് മാത്രമല്ല ഹെവി ഫുഡൊന്നും കഴിക്കത്തില്ല, തൊണ്ടയിൽ അങ്ങോട്ട് ഇറങ്ങത്തില്ല. ഭയങ്കര വേദനയാണ് നമുക്ക്, ഉള്ളു പോലും വേദനയാണ് നമുക്ക്. പിന്നെ വെള്ളം പോലും തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ വേദന കൊണ്ടിട്ട് ശ്വാസം മുട്ട്, നടക്കാൻ പറ്റില്ല, ശ്വാസം മുട്ട്, കിതപ്പ്, പിന്നെ കാലിന്റെ മുട്ട്, കാലിന്റെ പാദം, കാലിന്റെ വിരൽ, ഇതൊക്കെ ഭയങ്കരമായ വേദനയൊക്കെയാണ്. രേഷ്മ ഇന്നലെ ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിച്ച് നല്ല ആക്റ്റീവായിട്ടിരുന്ന രേഷ്മ ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ കണ്ടായിരുന്നു. മറ്റേ അൻഷാദിനെ പറ്റി പറഞ്ഞത്, അൻഷാദ് കള്ളം പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അതിലൊക്കെ രേഷ്മ ഹോട്ടലിലാണ് ഇരിക്കുന്നത്. പിന്നെ ഷെഫീനത്തയുടെ വീഡിയോയും പറയുന്നതായിട്ട് അവരുടെ അയൽവാസികൾ പറഞ്ഞ് സിനിമ കാണാൻ പോകുന്നത്, തിയേറ്ററിൽ വെച്ച് ആരോ കണ്ടെന്ന്, പിന്നെ കറങ്ങാൻ പോകുന്നു, ഇതൊന്നും ചെയ്തുകൂടാ. ഡോക്ടർ പറയുന്നത് കീമോ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവുക, പുറത്ത് പോകരുത്, വീട്ടിൽ പിന്നെ വിസിറ്റേഴ്സിനെ അനുവദിക്കരുത്. വിസിറ്റേഴ്സിനെ ആരെങ്കിലും കാണാൻ വന്നാൽ മാസ്ക് വെച്ച് സംസാരിക്കാവൂ. നമ്മൾ, അതായത് പേഷ്യന്റ് ഫുൾ ടൈം വീട്ടിനകത്ത് മാസ്ക് വെക്കണം. ഇതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞു വിടുന്നത്. പക്ഷേ രേഷ്മയുടെ കാര്യത്തിൽ ഇതൊന്നും കാണുന്നില്ല. ഞാനത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല. അതുപോലെ തന്നെ നമുക്ക് ഈ അസുഖമാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞറിയാതെ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കാണുമോ, എന്തെങ്കിലും തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല പോലും നമ്മൾ നമ്മളോട് പിണങ്ങിയിരിക്കുന്നവരോട് പോയി ക്ഷമ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആരോടും ഒരു ശത്രുതയും തോന്നൂല ആ സമയത്ത്. അതിനുള്ള മനസ്സൊന്നും ഇല്ല. നമ്മൾ അത്രയും ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്, അത്രയും ക്ഷീണിച്ച് അവശയായി. ഏത് നിമിഷവും ഞാൻ മരിച്ചു പോകും. കീമോ കഴിഞ്ഞ് വന്നാൽ നമ്മുടെ തോന്നൽ അങ്ങനെയൊക്കെയാണ്, എപ്പോൾ വേണമെങ്കിലും എനിക്ക് എന്ത് സംഭവിക്കാം, ഞാൻ മരിക്കാറായി, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ക്ഷീണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ അടുത്ത്, നമ്മുടെ ചുറ്റിനും നമുക്കുള്ള എല്ലാവരും, നമ്മുടെ ഉമ്മ ആയാലും സഹോദരങ്ങളായാലും മക്കളായാലും നമ്മുടെ ബന്ധുക്കളായാലും എപ്പോഴും നമ്മുടെ ചുറ്റിനും വേണം എന്നൊരു തോന്നലൊക്കെയാണ്. നമുക്ക് ആരോടും വൈരാഗ്യം തോന്നൂല, ആരോടും പക തോന്നൂല, ആരെക്കുറിച്ചും ഒരു കുശുമ്പും പറയൂല. ആ ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുന്നത്. നമുക്ക് അതിനുള്ള മനസ്സില്ല. നമ്മുടെ മനസ്സപ്പോഴൊരു കുഞ്ഞു പിള്ളേരുടെ, നിഷ്കളങ്കമായ ഒരു കുഞ്ഞു പിള്ളേരുടെ മനസ്സ് പോലെ നമുക്കാവും. കാരണം നമ്മൾ മരണത്തിന് മുഖാമുഖം കണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ചിന്ത അങ്ങനെയാണ്. ഇപ്പം ഒരുപാട് മാറിയ ട്രീറ്റ്മെന്റുകളുണ്ട്, എങ്കിലും ശരി തന്നെയാണ്. ക്യാൻസർ വന്ന് ഒരുപാട് പേര് മരിച്ചു പോയത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഞാൻ മരിക്കാറായി, ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാം, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് വരുന്നത്. ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് എങ്കിലും ഈ കീമോയുടെ സൈഡ് എഫക്റ്റ് നമ്മുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ മാത്രമേ കൊണ്ടുതരൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്തും. കാരണം നമ്മൾ മരിക്കുമ്പോൾ പാവം പേര് പോകണ്ടല്ലോ,
എന്തായാലും നമുക്ക് അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമ ചോദിക്കാനുള്ള ഒരു അവസരം ചിലപ്പം ദൈവം തന്നതായിരിക്കും. അതുകൊണ്ട് പിന്നെ നമുക്കെല്ലാം പശ്ചാത്തപിക്കാനുള്ള സമയം നമുക്ക് ദൈവം തന്നതായിരിക്കും എന്ന് നമ്മൾ അപ്പോഴും നമ്മുടെ മനസ്സിൽ അറിയാതെ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത വന്ന് നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മൾ അഥവാ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരോടും ചോദിക്കും, ഞാൻ അറിഞ്ഞിട്ടോ അറിയാതെയോ എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എനിക്ക് ക്ഷമിച്ച് തരണേ, നിങ്ങൾ എന്നോട് പൊറുക്കണേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് നമ്മൾ പറയും. ഇതങ്ങനെയല്ല. ഇത് പിന്നെ ഈ അസുഖത്തിനെ കുറിച്ചല്ല രേഷ്മയ്ക്ക് ചിന്ത. രേഷ്മയ്ക്ക് അസുഖം വന്നതിൽ രേഷ്മയ്ക്ക് ഒരു പേടിയോ ഒരു ഭയമോ അത് ട്രീറ്റ്മെന്റ് എടുത്താൽ എന്റെ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറുമോ? നമ്മുടെയൊക്കെ ചിന്ത അങ്ങനെയായിരുന്നു. ഞാൻ ട്രീറ്റ്മെന്റ് ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്ന എന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുമോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. കാരണം എന്റെ കൂടെ പിന്നെ കീമോക്ക് കിടക്കുന്ന മിക്കുള്ളവർക്കും ആദ്യം വന്ന് ട്രീറ്റ്മെന്റും കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞ് പിന്നെയും വന്നവരൊക്കെയാണ് ഏറ്റവും കൂടുതലും മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രായമുള്ളവർ. അപ്പോൾ നമുക്ക് ആ ചിന്തയാണ് വരുന്നത്, ദൈവമേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുമോ, അഥവാ മാറിയാൽ തന്നെയും പിന്നെയും വരുമോ? ഇതൊക്കെയാണ് നമ്മളെ ചിന്ത. നമുക്ക് എപ്പോഴും മേക്കപ്പ് ഇട്ട് നടക്കാനോ പിന്നെ മോഡേൺ ഡ്രസ് ഇട്ട് നടക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ മൊബൈൽ എടുത്ത് റീൽ ചെയ്യാനോ വീഡിയോ ചെയ്യാനോ ഒന്നിനും നമുക്ക് തോന്നൂല. നമുക്കപ്പോൾ തോന്നുന്നത് എന്താണ്? നമ്മുടെ മക്കളുമായിട്ട് സംസാരിച്ചിരിക്കണം, കഴിയുന്നതും നമ്മുടെ മക്കളോട് സമയം സ്പെൻഡ് ചെയ്യണം, അവരുമായിട്ട് സംസാരിക്കണം എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. പക്ഷെ അതിന് പോലും മക്കളോട് പോലും സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാനുള്ള ആരോഗ്യം നിങ്ങൾ കാണില്ല. അങ്ങനെയാണ്. എനിക്കാണെങ്കിൽ ഈ അസുഖം, അതായത് ഈ ബ്രസ്റ്റിന്റെ ക്യാൻസർ സ്ഥിരീകരിക്കുന്ന സമയം വരെയും എനിക്ക് മറ്റൊരു അസുഖങ്ങളും ഇല്ലാത്ത ആളായിരുന്നല്ലോ. എനിക്ക് പനി വരത്തില്ല, എനിക്ക് ജലദോഷം വരത്തില്ല, എനിക്ക് മറ്റൊരു അസുഖങ്ങളും എനിക്ക് വരത്തില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന അസുഖം എന്ന് പറഞ്ഞാൽ പിന്നെ മൈഗ്രെയിൻ്റെ തലവേദന എനിക്കുണ്ടായിരുന്നു. അതല്ലാതെ എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ ആകെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ള 2 മക്കളുടെ ഡെലിവറിക്ക് മാത്രമാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളതും ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളതും. അല്ലാതെ ഞാൻ മറ്റൊരു അസുഖത്തിന് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടേ ഇല്ല, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുമില്ല. ഇനി എന്റെ ഈ 1/4 ഭാഗം ട്രീറ്റ്മെന്റും കഴിഞ്ഞിട്ട് പോലും എനിക്ക് ഇപ്പോഴും ടെൻഷനാണ്. പിന്നെ പഠിച്ചോ സത്യമായിട്ടും ബ്രോ, എനിക്ക് ഉറക്കം ഇതുവരെ ഇല്ല. അറിയാവൂ, ഞാൻ കൂടിപ്പോയാലും ഞാൻ 2 മണിക്കൂറൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത് തന്നെ. കാരണം ടെൻഷൻ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ ട്രീറ്റ്മെന്റ് ഫലം കാണുമോ, ഇനി എന്താണ്? കാരണം റേഡിയേഷൻ പോലും എനിക്ക് തുടങ്ങിയില്ല. റേഡിയേഷൻ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറേയൊക്കെ ടെൻഷൻ അങ്ങ് മാറിയാണ്. കാരണം റേഡിയേഷൻ കൂടെ ചെയ്താലേ പറ്റത്തുള്ളൂ. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കീമോ റേഡിയേഷൻ. ഈ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് കീമോ റേഡിയേഷൻ മാത്രമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. പിന്നെ എനിക്ക് ഈ റേഡിയേഷൻ കൂടെ കഴിഞ്ഞ് 5 വർഷം എനിക്ക് ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കണം. ഞാൻ രേണുവിൻ്റെ വീഡിയോ കണ്ടിരുന്നു. കീമോ ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു. ഇപ്പോൾ മറ്റന്നാൾ എനിക്കൊരു കീമോ ഉണ്ട് എന്നൊക്കെ പറയുന്നു. ഒരു കീമോ കഴിയുന്ന പേഷ്യൻറ്റിന് എങ്ങനെയാണ് അത്രയും ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുക? എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് ക്യാൻസറാണ്, 4th സ്റ്റേജാണ്. MVR ക്യാൻസർ സെൻറ്ററിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കീമോ കഴിഞ്ഞിട്ട് ആൻറ്റിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, വോമിറ്റിംഗ് സെൻസേഷൻ, ആകെ ഭയങ്കര ബുദ്ധിമുട്ട്, ഇരിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ കുറച്ച് ടൈമെങ്കിലും ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ആൻറ്റി ഇരിക്കുമ്പോൾ അതിനൊന്നും പറ്റാണ്ട് കിടപ്പ് തന്നെയാണ്. ഭയങ്കര ക്ഷീണമാണ്, തീരെ പറ്റുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത്രയ്ക്കും വിഷമകരമാണ്. ഞങ്ങളത് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ക്യാൻസർ രോഗം എന്ന് പറയുമ്പോൾ അത് നിസ്സാരമല്ലല്ലോ. അപ്പോൾ ആൻറ്റിക്ക് ഇമ്മ്യൂണൈസേഷൻ്റെ ഒരു ഇതും കൂടെ പറഞ്ഞിട്ട് ആൻറ്റിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ആൻറ്റിക്ക് കീമോയും അടുത്തത് ചെയ്യണമെന്നുണ്ട്. പക്ഷേ യാത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ ആൻറ്റി കുറച്ച് ദിവസത്തേക്കും കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നാണ് പറയുന്നത്. കാരണം ഒന്ന് തന്നെ ചെയ്തിട്ട് തീരെ വയ്യാണ്ടായിട്ടുണ്ട്. ആ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് കരച്ചിൽ വന്നിട്ട് പറ്റുന്നില്ല. ഞങ്ങളെയൊക്കെ നോക്കുന്ന ആൻറ്റി ആയിരുന്നു. അപ്പം കീമോ ഒക്കെ ചെയ്താൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇവർ കാണിക്കുന്ന കാണുമ്പോൾ ആദ്യം ഒരു സഹതാപം ഉണ്ടായിരുന്നു, അതും കൂടെ ഇല്ലാണ്ടാവുക. കാരണം മുടിയൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ കുറേ മുടി പോയി എന്ന് പറഞ്ഞ് ഒരു സൈഡൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഫേക്കല്ലേ? ഇത്ര പെട്ടെന്ന് മുടി അത്രയൊക്കെ കൊഴിഞ്ഞു പോകുമോ? അതൊക്കെ ഒരു ഡൗട്ടുണ്ട് കേട്ടോ. സെൻറ്ററിലൊരു കുറച്ച് മുടി പോയ ഭാഗമില്ലേ, അത് പിന്നെ കൊഴിഞ്ഞു പോകുന്നത് അങ്ങനെയല്ലല്ലോ, വെറുതെ ഒരു പ്രഹസനമല്ലേ? കാരണം അത്രയും മുടി ആ ഭാഗത്ത് പോയത് കാണിക്കുന്നുണ്ട്. അത് കട്ട് ചെയ്ത് കളഞ്ഞതുപോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. പിന്നെ ആൻറ്റിക്കും ഒക്കെ മുടി കൊഴിയുന്നുണ്ട്, നല്ല മുടി ഉണ്ടായിരുന്നായിരുന്നു. പക്ഷെ പിന്നെ ഇതുപോലെ അങ്ങനെ അങ്ങൊന്നും പോകുമൊന്നുമില്ല. എന്തിനാണ് അവരിങ്ങനെ നാടകം കളിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ
ഒരു സഹതാപം മേടിക്കുന്നത്. ഞങ്ങൾക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇപ്പോൾ രാഹുലിനെ വെച്ചിട്ട് ഒക്കെ അവർ കുറേ റൂമേഴ്സൊക്കെ ഇറക്കുന്നുണ്ടല്ലോ. ഒരു മാന്യമായ ഒരു അമ്മ ഇങ്ങനെയാണോ? ഞാനും 3 കുട്ടികളുടെ അമ്മയാണ്. ഏകദേശം രേണുവിനേക്കാൾ 1-2 വയസ്സിന് വ്യത്യാസമുള്ളൂ. എന്നിട്ടും ഞങ്ങൾ കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഞങ്ങളും കടന്നു പോകുന്നത്. എന്നിട്ടും ആ ബുദ്ധിമുട്ടുകളിലും ഒക്കെ തലയുയർത്തി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുക. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു ജോലി ആവശ്യമാണ്. അതുകൊണ്ട് പക്ഷേ ഇവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയണ്ടതെന്നറിയില്ല. നമ്മുടെയൊക്കെ മക്കൾക്കൊക്കെ ഒരുപാട് കഴിവുണ്ട്. എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും പറയും നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നമ്മളതിനൊന്നും നിൽക്കുന്നില്ല. ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് ഭാവിയിൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഓർക്കാൻ വേണ്ടിയിട്ട് അവരുടെ കളികളും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇടുന്നു. ഞങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. ഇവർ ശ്രുതി മരിച്ചതിന് ശേഷം കാണിച്ചു കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഈ ക്യാൻസർ പേഷ്യൻ്റാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി എപ്പോൾ നോക്കിയാലും രേണുവിൻ്റെ വീഡിയോ കണ്ട് സഹി വിട്ട്. ഒരു സഹതാപം ഉണ്ടായിരുന്നു. കാരണം അവൾക്ക് വയ്യല്ലോ എന്ന് ഓർത്തിട്ട്. അവളെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം അവളുടെ ആ വൾഗർ ഡ്രസ്സൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ രോഗിയാണെന്ന് കണ്ടപ്പോൾ ഒരു സഹതാപം തോന്നിയത് അതും കൂടെ ഇല്ലാണ്ടാക്കി. ആ കിച്ചുവിനെയൊക്കെ പറയുന്നത് കേട്ടാൽ ഇതിന് ശരിക്കും ഉണ്ടല്ലോ അന്വേഷിച്ചിട്ട് ക്ലാരിറ്റി വേണം. കാരണം നല്ലൊരു വീഡിയോ ചെയ്യണം. എല്ലാ ഡീറ്റെയിൽസും കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എല്ലാ വ്ളോഗേഴ്സും കുറച്ച് കാര്യങ്ങൾ മാത്രം കണ്ടുപിടിച്ച് പറയുള്ളൂ. ഫുള്ളും ഒന്ന് ഉടായ്പകൾ കണ്ടുപിടിച്ചിട്ട് അതൊന്ന് അതിൽ മുന്നോട്ട് കൊണ്ടുവരണം എന്നൊരാഗ്രഹമുണ്ട്. പറയുന്നത് ശരിയാണോ എന്നറിയില്ല. മനസ്സുകൊണ്ട് ഒരുപാട് അടി വെച്ച് കൊടുത്തിട്ടുണ്ട് അവൾക്കിട്ട്. അത്രയ്ക്കും വെറുപ്പിക്കലാണ്. മടുത്തു ഞങ്ങൾ കണ്ട് എത്രയാ സഹിക്കുന്നത്? ഒരു പരിധിയില്ലേ? ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുള്ളതാണ്. അവർ വരെ ചോദിച്ചു തുടങ്ങി. എൻ്റെ മോനൊക്കെ 10 വയസ്സുള്ള അമ്മ എന്തിനാണ് ഇതിൻ്റെ വീഡിയോ ഏത് നേരവും ഫോണിൽ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. മര്യാദയ്ക്ക് അവർക്ക് ജീവിച്ചുകൂടെ എന്നാണ് കുഞ്ഞുങ്ങൾ പോലും ചോദിക്കുന്നത്. അപ്പോൾ അതിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് വീഡിയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. രേണുസുതിക്ക് ഇങ്ങനെ ക്യാൻസർ ഒന്നും ഇല്ല എന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. സത്യത്തിൽ അവര് എന്തോ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് കള്ളക്കഥ പറഞ്ഞുണ്ടാക്കുകയാണ്, പിക്ക് ലൈൻ ഇട്ടതൊക്കെ വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പറയാൻ ആഗ്രഹിച്ചത്. അവര് ആ പിക്ക് ലൈൻ ഇടുന്ന ദിവസം അവർ ഹോസ്പിറ്റലിലുള്ളപ്പം ഞാനും ആ ഹോസ്പിറ്റലുണ്ട്. എൻ്റെ സഹോദരിക്ക് ഒവേറിയൻ ക്യാൻസർ ആണ്. അപ്പൊ അവളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ രേഷ്മ പി തങ്കച്ചൻ അവളെ പേര് വിളിക്കുകയും രേഷ്മ പി തങ്കച്ചന്റെ പേര് വിളിച്ചതൊക്കെ ഞങ്ങൾ കേട്ടതാണ്. അതിനുശേഷം ഇവർ പിക്ക് ലൈൻ ഇട്ടിട്ട് വന്നിട്ട് അന്ന് അവരിട്ടത് ഒരു ബ്ലൂ കളർ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. എന്നിട്ട് അവരെ കണ്ടിരുന്നു. പക്ഷെ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തൊന്നുമില്ല. അവര് ആ കീമോ എടുക്കുന്ന റൂമിലേക്ക് കയറി പോകുന്നത് കണ്ടാണ്. ഈ കയ്യിൽ പിക്ക് ലൈൻ ഇട്ടതിന് ശേഷം ഇട്ടിട്ട് വന്നിട്ട് അവിടെ പോയി കീമോയും എടുത്തതാണ്. നമ്മൾ കണ്ണാലെ കണ്ടതാണ്. പിന്നെ ഫോട്ടോ ഒന്നും എടുത്തില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ഫോട്ടോ ഒന്നും അയച്ചു തരാനൊന്നും പറ്റില്ല. ഞാൻ കണ്ണാലെ കണ്ടാണ്. രേഷ്മ പി തങ്കച്ചൻ എന്നാണ് അവരുടെ പേര് അവിടെ വിളിച്ചതും. അവര് കണ്ട ഡോക്ടർ ആയിരുന്നു എനിക്കറിയാം. പക്ഷെ എനിക്കിവിടെ അവരുടെ പേര് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും അവർക്ക് ക്യാൻസർ ഇല്ല എന്ന് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. കാരണം എൻ്റെ കണ്ണാലെ കണ്ടതാണ് അവർ കീമോ ചെയ്യുന്നതും ഈ പിക്ക് ലൈൻ ഇട്ടിട്ട് വരുന്നതും വന്നതിന് ശേഷം പോയി കീമോ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഈ പിക്ക് ലൈൻ എന്ന് പറയുന്ന സാധനം, ഞാനൊരു മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഈ പിക്ക് ലൈൻ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് അത് നമ്മുടെ പെരിഫറൽ ലൈൻ വഴി ഇട്ടിട്ട് അങ്ങനെ അത് ഉള്ളിലേക്ക് ഇട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ മെഡിക്കൽ ഫീൽഡൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. ഇപ്പൊ പറയുമ്പോൾ തന്നെ അത് സെൻട്രൽ ലൈൻ എന്നൊക്കെ ഇടുന്ന പോലെയൊക്കെ ഇടുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ഇട്ടിട്ട് മെഡിസിൻ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തമാശയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അത്രയ്ക്ക് ഡോസ് കൂടി മെഡിസിൻ ആയിരിക്കാം രേണു എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പിക്ക് ലൈൻ ഇട്ടിട്ട് അവർക്ക് മെഡിസിൻ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ അത് മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിൽ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് എത്തുമ്പം അതൊരു ശരിയല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്.
അതൊരിക്കലും ശരിയായ കാര്യമല്ല. ഈ പിക്ലൈൻ എന്തിനാ ഉപയോഗിക്കുന്ന അത്ര ഡോസ് കൂടിയ മെഡിസിൻ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ പിക്ലൈൻ ഇട്ടിട്ട് കീമോ എടുക്കുന്നത്. ഇപ്പൊ എന്റെ സഹോദരിക്കാണെങ്കിൽ ഇപ്പൊ 6 കീമോ കഴിഞ്ഞു. അവർക്ക് സാധാരണ പെരിഫറലിലാണ് ഈ കീമോ മെഡിസിൻ കൊടുക്കുന്നത്. അതായത് മെഡിസിൻ വേറൊരു ബോട്ടിലേക്ക് NS ബോട്ടിലോട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് അതിന്റെ എന്താ പറയാ അതിന്റെ ആ ഒരു കാഠിന്യം കുറച്ചതിന് ശേഷമാണ് ഇവർക്ക് ഈ മെഡിസിൻ കൊടുക്കുന്നത്. അപ്പൊ ഓർത്തോണം, ആ മെഡിസിൻ അത്ര ശക്തമായ മെഡിസിൻ ആണ്. അത് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവർക്കും ഉണ്ട്. അപ്പൊ ഈ ഈ ക്യാൻസർ ആയിട്ടുള്ള രോഗികളെ കൊണ്ട് നടക്കുന്നവർക്കോ അല്ലെങ്കിൽ ക്യാൻസർ ആയ പേഷ്യൻസ് ആരെങ്കിലും വീട്ടിലുള്ളവർക്കോ ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാവും. പിന്നെ അതിനുശേഷം അവർക്ക് വരുന്ന ശാരീരിക ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. കീമോ ഒക്കെ എടുത്തതിന് ശേഷം എന്റെ സഹോദരിക്ക് 2, 3, 4 ദിവസം കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കത്തുള്ളൂ. അവർക്കൊരു ആഹാരം കഴിക്കാൻ പറ്റില്ല. ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ വരും. അവർക്ക് ടെൻഷൻ കയറി, മെഡിസിന്റെ ഇതുകൊണ്ട് ആൻസൈറ്റി ഉണ്ടാവും, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ രേണുവിന് അതില്ല എന്ന് പറയുന്നത് പച്ച കള്ളമാണ്. രേണുവിന് ആ ക്യാൻസർ പേഷ്യന്റ് ആണെന്നുള്ളത് ഞാൻ കണ്ണാലെ കണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഒരു യൂട്യൂബ് ചാനൽ ഒരാൾ സംസാരിക്കുന്നത് കേട്ടാണ്. അവർക്ക് എന്തിനാണ് ഇത്രയും പൈസയുടെ ആവശ്യം? അവർക്ക് ഇത്രയും പൈസയുടെ ആവശ്യം ഉണ്ടോ? ഒരിക്കലും ഇത്ര പൈസയുടെ ആവശ്യമില്ല. ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്തിനാണ്, കാരുണ്യയുടെ ഇൻഷുറൻസ് ഉള്ളവർക്ക് എന്തിനാണ് ഇതിന് മാത്രം പൈസയുടെ ആവശ്യം? അവിടെ പൈസയുടെ ആവശ്യമൊന്നുമില്ല, അവിടെ മെഡിസിൻ ഫ്രീ ആണ് എന്നൊക്കെ പറയുന്ന തരത്തിൽ കേട്ടു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം എന്റെ സഹോദരിയും കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ, ഡോക്ടറെ കാണാനും ഓരോ ടെസ്റ്റുകൾക്കും പിന്നെ കീമോയ്ക്കൊക്കെ ആയിട്ട്. അതിന്റെ അറിവ് വെച്ച് ഞാൻ പറയാണ്, എന്റെ സഹോദരിക്കും ഉണ്ട് ആരോഗ്യ ഇൻഷുറൻസ്. അപ്പൊ അതെങ്ങനെയാണ് ഇത് ചെയ്തത്, എങ്ങനെയാണ് ആ മരുന്ന് അവിടുന്ന് ലഭിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അവിടെ എല്ലാ മരുന്നും ഫ്രീ അല്ല, എല്ലാവർക്കും എല്ലാം ഫ്രീ അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പൊ ഒരു ഡോക്ടറെ കാണാൻ ചീട്ടെടുക്കുന്നത് ചിലപ്പോൾ 5 രൂപ കൊടുത്താൽ മതിയായിരിക്കും എന്നും വിചാരിച്ചുകൊണ്ട് എല്ലാം ഫ്രീ ആണെന്ന് കരുതണ്ട. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആരോഗ്യ ഇൻഷുറൻസ് അവിടെ ക്ലെയിം ആയാലും നമുക്ക് അവിടെ ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടെ അവൈലബിൾ ആയുള്ള മെഡിസിൻ മാത്രമേ നമുക്ക് തരൂ. അവര് അവൈലബിൾ അല്ലാത്ത മെഡിസിൻസ് നമ്മൾ പുറത്തു പോയി കാശ് കൊടുത്ത് മേടിക്കണം. ഈ ആരോഗ്യ ഇൻഷുറൻസിൽ വേറെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അടങ്ങുന്നതാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി വേറെ ആർക്കെങ്കിലും അതിനകത്തുനിന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല, അടുത്ത ആൾക്ക് കിട്ടത്തില്ല. അതിനകത്ത് മിച്ചം പൈസ എത്രയുണ്ടോ അതിലെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് മെഡിസിൻ അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും പറയും ഇങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഫ്രീ അല്ല, അങ്ങനെ ഫ്രീ കിട്ടും, അങ്ങനെയൊന്നും ഇല്ല. അതിനകത്ത് പൈസ എത്ര അവൈലബിൾ ഉണ്ടോ അതിൽ കിട്ടുന്ന മെഡിസിനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഹോസ്പിറ്റലിൽ ഈ കീമോ മെഡിസിൻ അവൈലബിൾ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തരത്തുള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് തന്നാൽ ഫ്രീ ആണ്. കീമോ മെഡിസിൻ ഹോസ്പിറ്റലിൽ ഫ്രീ ആണ്, അത് നോട്ട് ചെയ്തോളൂ. ഹോസ്പിറ്റലിൽ ഫ്രീ ആണ്. അവിടെ ഉണ്ടെങ്കിൽ മാത്രം. അവിടെ അതില്ല എങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഇല്ലാതെ വരികയോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റർമാർ നമ്മളോട് പറയും. അവിടെ നല്ല നല്ല സിസ്റ്റർമാരാണ് ഇപ്പോൾ അവിടെ ഉള്ളവരൊക്കെ. അവർ നമ്മളോട് വന്നിട്ട് പറയും, അതേ നോക്കിയേ, ഇത് പേഷ്യൻ്റ് വിളിച്ചിട്ട് പറയും ഈ മെഡിസിൻ ഇവിടെ അവൈലബിൾ ഇല്ല. അപ്പൊ അവൈലബിൾ ഇല്ലാത്ത മെഡിസിൻസ് അവര് നമുക്ക് നീതിയിലേക്ക് എഴുതി തരും. അത് അങ്ങനെയാണ് പോകുന്നത്. ഈ ആരോഗ്യയുടെ ഇത് നമ്മൾ ഫില്ല് ചെയ്ത് സീല് വെച്ച് കഴിഞ്ഞ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഇല്ലാത്ത മെഡിസിൻ അവർ മാർക്ക് ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ നീതിയിൽ പോയി ചോദിക്കും, അവിടെ ഉണ്ടെങ്കിൽ അവിടുന്ന് മേടിക്കും. ഇല്ലെങ്കിൽ ന്യായവില ഫാർമസി എന്ന് പറഞ്ഞതുണ്ട് കാരുണ്യയുടെ, അവിടെ ചെന്ന് ചോദിക്കും. ഇവിടെ രണ്ടിടത്തും ഇല്ലാത്ത മെഡിസിൻസ് നമ്മൾ വീട്ടിൽ പുറത്ത് പോയി മേടിച്ചുകൊണ്ട് വരണം. അത് നമ്മുടെ കയ്യിൽ കാശ് എടുത്തിട്ട് കൊടുക്കണം. ചില മെഡിസിൻസ് 6000 രൂപയുടെ ഉണ്ട്, 8000 രൂപയുടെ ഉണ്ട്, എന്തിന് 21,000 22,000 രൂപയുടെ വരെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസ് ഉണ്ട്. മനസ്സിലായി? ഇപ്പൊ എന്റെ ചേച്ചിക്ക്, ഇപ്പൊ എന്റെ സഹോദരിക്ക് തന്നെ ഇപ്പൊ ഒരു 10,000-50,000 രൂപയുടെ മെഡിസിൻസിന് മേലെ പൈസ ആയത് മെഡിസിൻസ് വരെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് ജനങ്ങളുമായിട്ട്. ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്, അല്ല എല്ലാം ഫ്രീ ആണ്, എല്ലാം ഫ്രീ ഒന്നും അല്ല. നിങ്ങളത് മനസ്സിലാക്കുക. അവിടെ ഗവൺമെന്റിനാണേലും അവർക്ക് തരുന്ന സംഗതികൾ നമുക്ക് തരുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഗവൺമെന്റിനെ കുറ്റവും പറയുന്നതല്ല. ഇത് മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ അവർക്ക് എന്തിനാ പൈസയുടെ ആവശ്യം എന്ന് നിങ്ങൾ ചോദിക്കുമ്പം നിങ്ങളുടെ വീട്ടിലൊരു രോഗി ഉള്ളവർക്ക് മനസ്സിലാവും പൈസയുടെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ഒരു വീട്ടിലൊരു രോഗി വന്ന് ആ രോഗിനെയും കൊണ്ട് ഇങ്ങനെ ആശുപത്രി കയറി ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പൈസയുടെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന്. ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്കെല്ലാം ഫ്രീ ആണെന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുക. അങ്ങനെ ഹോസ്പിറ്റലിൽ മെഡിസിൻ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവർ ആ മെഡിസിൻ നമുക്ക് ഫ്രീ ആയിട്ട് തരും. അത് മെഡിസിൻ ഇല്ല, അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ പുറത്തു പോയി മേടിക്കേണ്ടി വരും. പിന്നെ രേണുസുതി പറഞ്ഞ കേട്ടു, രേണുസുതിയുടെ 2 ലക്ഷം രൂപയോളം ആകും മെഡിസിനൊക്കെയാണ്. അത് ശരിയായിരിക്കും ഒരു പക്ഷേ. അത് RCC മാത്രമേ ഉള്ളൂ ആ മെഡിസിൻസ് ഒക്കെ. അങ്ങനെയാണെങ്കിൽ അവർ അവിടെ പോയി തന്നെ മേടിക്കണം, അത്ര രൂപ കൊടുത്ത് മേടിക്കണം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോണം, അത്ര ഹൈ ഡോസ് ഉള്ള മെഡിസിനാണ് ഈ രേണുസുതി എടുക്കണേന്ന് ഓർത്തോണം. അത്ര ഹൈ ഡോസ് ഉള്ള മെഡിസിൻ ആയിരിക്കും അവർ എടുക്കുന്നത്, അതുകൊണ്ടാണ് അതിന് അത്രയും വില. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചുമ്മാ ജനങ്ങളുടെ ഇടയിലേക്ക് അവർക്ക് പൈസയുടെ ആവശ്യമില്ല. എന്തിനാണ് അവർ വെറുതെ നുണ പറഞ്ഞ് കള്ളം പറഞ്ഞ് പൈസ മേടിച്ച് സമ്പാദിക്കുവാണെന്നൊക്കെ പറഞ്ഞ എത്ര തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും ആരെങ്കിലും സ്വന്തം ശരീരത്തിൽ ക്യാൻസർ ആണെന്നും പറഞ്ഞ് പിക്കിലയും പോയി ഇടുവോ? ഇത് ഡോക്ടർ പൊട്ടരാണോ? ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഇവർക്ക് എന്താ പറയാ, എന്തെല്ലാം ടെസ്റ്റുകളിലൂടെ ഒരു പേഷ്യന്റ് കടന്നു പോകും.
ഫൈനൽ കൺഫർമേഷനിലേക്ക് എത്തുമ്പോൾ അവർക്ക് ക്യാൻസർ ആണ് എന്ന് ഫൈനലി കൺഫേം ചെയ്യണമെങ്കിൽ എന്തെല്ലാം ടെസ്റ്റുകളിലൂടെ ഒരു രോഗി കടന്നു പോകണം. അതിനുശേഷം പിന്നെയും ബ്ലഡ് ടെസ്റ്റുകള്, അതിന്റെ സാമ്പിൾ എടുക്കലുകള്, ആ സാമ്പിള് പരിശോധിക്കലുകള്, ബയോപ്സി ചെയ്യല്, ഇതെല്ലാം ഇല്ല. അതിനുശേഷമല്ലേ ഒരു ഡോക്ടർ പറയുള്ളൂ. അല്ലാതെ ഒരു രോഗിനെ കാണുമ്പോൾ ഡോക്ടർക്ക് അറിയാമെങ്കിൽ കൂടി, പല ടെസ്റ്റുകൾ കാണുമ്പോൾ രോഗിക്ക് ഡോക്ടർക്ക് അറിയാമെങ്കിൽ കൂടി ഡോക്ടർ പറയോ ഇവർക്ക് ക്യാൻസർ ആണ്? എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് എല്ലാ ടെസ്റ്റുകളുടെ റിസൾട്ടും വെച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു ഡോക്ടർ പറയുള്ളൂ നിങ്ങൾക്ക് ഇന്ന രോഗമാണ് കേട്ടോന്ന്. അല്ലാതെ ഒരു ഡോക്ടർ വെറുതെ അങ്ങനെ പറയില്ല. അങ്ങനെ പറഞ്ഞതിന് ശേഷം ചുമ്മാ ഇപ്പൊ രേണു ചെന്നിട്ട് പറയാ ഡോക്ടറെ എനിക്ക് ഇവിടെ ഒരു ലൈൻ ഇട്ട് തരണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇട്ട് കൊടുക്കുമോ? എന്തിനേറെ ഒരു പെരിഫറൽ ലൈൻ ഇട്ട് കൊടുക്കും ആരെങ്കിലും? ചുമ്മാ എന്റെ ഒരു വെയിനയിലേക്ക് എന്റെ ഒരു ചാനൽ ഇട്ട് തന്നേരം എനിക്ക് ജനങ്ങളെ കാണിക്കാനാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു മെഡിക്കൽ പാർട്ട്ണർ ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുമോ? ആരും ചെയ്യില്ല. പിന്നെ എന്തിനാ നിങ്ങള് പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവര് രോഗിയാണ്, അവര് എത്രാമത്തെ സ്റ്റേജ് ആണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അവര് കീമോ ചെയ്യുന്നതും അവന്റെ കണ്ണാലെ കണ്ടതാണ്. അവര് കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നതും പിക്ക് ലൈൻ ഇട്ട് അന്നത്തെ ദിവസം ഞാൻ അവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് കണ്ടതാണ്. അവർ കീമോ ചെയ്യുന്നതും കണ്ടതാണ്. അവർ ഏത് ഡോക്ടറുടെ കീഴിലാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് സഹിതം എനിക്കറിയാം. കാരണം ഞാൻ നേരെ കണ്ടത് കൊണ്ടാണ് പറയുന്നത്. അല്ലാതെ അവർക്ക് രോഗമില്ല എന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. പിന്നെ അവർക്ക് സാമ്പത്തിക ആവശ്യമില്ല എന്ന് പറയുന്നതും തെറ്റായ ചിന്തയാണ്. അവർക്ക് എത്രത്തോളം പൈസ, ഒരു മെഡിസിൻ അവർ 2 ലക്ഷം രൂപ മുടക്കണമെങ്കിൽ ഓർത്തോണം അവർക്ക് എത്ര. ഇപ്പൊ എന്റെ സഹോദരിക്ക് തന്നെ 6 കീമോ കഴിഞ്ഞു. അപ്പൊ തന്നെ എത്ര രൂപയെ നിങ്ങൾ കണക്കൂട്ടി നോക്ക്. അപ്പൊ അവർക്ക് ഈ 2 ലക്ഷം രൂപയുടെ മെഡിസിൻ എടുക്കുന്നവർക്ക് എത്ര രൂപയാവും? 5-6 കീമോ എടുക്കും. രേണുവിന് എത്ര കീമോ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ എത്ര കീമോ ആണ്? അവരുടെ രോഗത്തിനെ ഡിപ്പെൻഡ് ചെയ്ത്, രോഗത്തിന്റെ ആഴത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ കീമോയും. അപ്പൊ ആ കീമോയ്ക്ക് എല്ലാം ഈ 2 ലക്ഷം രൂപ ചെലവാക്കുമ്പോൾ അവർക്ക് എത്ര രൂപ വേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവർക്കൊരു സാമ്പത്തിക നന്മ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടട്ടെ എന്ന് വിചാരിക്കുക. അല്ലാതെ അത് തടുത്ത് കളയുന്ന രീതി ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും.